ഞങ്ങൾ ഇന്നൊരു യാത്ര പോകുകയാണ്. എറണാകുളത്തുള്ള പിറവത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു ക്ഷണം വന്നിരിക്കുന്നു. ആന്റണി, മനോജ് കുമാർ. അത്രയ്ക്ക് നല്ല അനുഭവം ഒന്നല്ല എനിക്ക് തോന്നിയത്. ഇവിടുന്ന് അരപ്പാക്കി പിടുത്തം കൂടുതലല്ലേ, ഇങ്ങനത്തെ കട്ടയാണല്ലോ നമ്മള്. വിവാഹം എന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ, ആ സംഭവം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിലനിൽക്കൂ, അതോ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടായിട്ടാണോ ഭർത്താവിന്റെ മുഖം ആദ്യമായി കണ്ടത്? പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. കൂടാരത്തിലിരുന്നിട്ട് ഞാൻ കാപ്പിയും സരിത ചായയും കുടിക്കുകയാണ്. കാലത്തൊട്ട് നല്ല മഴയായിരുന്നു. ഇന്നലെ പന്ത് കളി കഴിഞ്ഞു, കണ്ടു. നന്നായി കളിച്ച സ്പെയിൻ ജയിച്ചു, അതിൽ സന്തോഷമുണ്ട്. മോശമായി കളിച്ച അർജന്റീന തോറ്റു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ദിവസമാണ്. ഞങ്ങൾ ഇന്നൊരു യാത്ര പോകുകയാണ്. പിന്നെ സ്കൂളൊക്കെ മുടക്കല്ലേ, അപ്പം ജഗ്ഗുവിനെ സ്കൂളിൽ വിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ജഗ്ഗുവിന് മുടക്കായതുകൊണ്ട് ജഗ്ഗുവിനെയും കൊണ്ട് പോകുന്നു അങ്ങ് ദൂരെ എറണാകുളത്തുള്ള പിറവത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. പറയൂ, സസ്പെൻസ് പൊളിക്കും. ഞങ്ങൾക്ക് 24 ന്യൂസ് ചാനലിലെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഒരു ക്ഷണം വന്നിരിക്കുന്നു. തമ്മിൽ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഞങ്ങളോട് രണ്ടുപേരോടും പങ്കെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 മണിക്കാണ് ഷൂട്ട്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഷൂട്ട്. അപ്പോൾ അവിടെ നമ്മൾ 1 മണിക്കൂർ മുമ്പ് എത്തണം. അപ്പം ഞാൻ 3 മണിക്ക് എത്തണം എന്നാ പറഞ്ഞേക്കണേ. ഷൂട്ടിങ് 5 മണിക്ക് അങ്ങടാ. അതെ, നേരത്തെ എത്തണം. 3 മണിക്ക് എത്തിയാൽ മതി. 3-3:15 ആകുമ്പോൾ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പോവാണ് കേട്ടാ. ഞങ്ങള് വിചാരിക്കാത്ത ഒരു കാര്യമാണ്. എന്തൊക്കെ ഉണ്ടാവോ ദൈവത്തിനറിയാം. വിവാഹം നിലനിൽക്കുമോ എന്നതാണ് വിഷയം. അതിനെ കുറിച്ചിട്ട് എന്നിട്ട് ചേട്ടന്റെ അഭിപ്രായം പറഞ്ഞേ. വിവാഹം നിലനിൽക്കുമോ? എനിക്ക് ആ ചോദ്യത്തിൽ തന്നെ എനിക്ക് കൺഫ്യൂഷനാണ്. വിവാഹം നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ചടങ്ങൊക്കെ ഉണ്ടാക്കി മറ്റേ സദ്യയൊക്കെ നടത്തി അങ്ങനത്തെ ഒരു പരിപാടിയാണ് വിവാഹം നിലനിൽക്കുമോ എന്ന് ചോദിക്കുന്നത്. അതോ കല്യാണം കഴിച്ചിട്ട് കുറെ ദീർഘകാലം ജീവിച്ച് വിവാഹത്തിന്റെ ചടങ്ങുകൾ നിലനിൽക്കുമോ എന്നാണ് ചേട്ടൻ വിചാരിക്കണേ. അതല്ല, ചടങ്ങുകളല്ല, വിവാഹം എന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ, ആ സംഭവം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിലനിൽക്കൂ, തോന്നിയ പോലെയൊക്കെ ജീവിക്കുമോന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ തലമുറയിലത്തെ കുട്ടികൾക്ക് വിവാഹം എന്നുള്ള ഒരു കാര്യത്തിൽ വിശ്വാസമൊന്നുമില്ല. എന്തിനിപ്പോ കല്യാണം കഴിക്കേണ്ട ആവശ്യം എന്നാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ആൺപിള്ളേർക്ക് പിന്നെയും കല്യാണം കഴിച്ച് സെറ്റിലായി ജീവിക്കണം എന്ന് പിന്നെയും ആഗ്രഹമുണ്ട്. പക്ഷെ പെൺകുട്ടികൾക്ക് കുറേ പേർക്കൊന്നും ആഗ്രഹമില്ല. അവർക്ക് ഇങ്ങനെ പഠിക്കുക, ജോലി വാങ്ങിക്കുക, സ്വന്തം കാലം നിൽക്കുക, ആ ജോലി ചെയ്ത് കിട്ടുന്ന സാലറി കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുക, ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയാണ്. സോളോ ട്രിപ്പ് പോവുക, കറങ്ങാൻ പോവുക, അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ഇതാണ്. ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ്, ഇതൊക്കെ കുറിച്ചിട്ട് എന്തിട്ട് അഭിപ്രായം? എനിക്ക് അറേഞ്ച്ഡ് മാരേജ് ആണ് ഇഷ്ടം. അത് നമുക്ക് അനുഭവത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നമ്മൾ ഇഷ്ടം പോലെ ജീവിതത്തിൽ ഇഷ്ടം പോലെ എല്ലാ ഇതുകളും കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക്, അതായത് കല്യാണം കഴിക്കാണ്ട് ഒറ്റയ്ക്ക് ജീവിച്ച കുറേ പ്രായമായ അവരെ മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി കല്യാണം കഴിച്ചിട്ട് വയസ്സായി മരിച്ചിട്ടുള്ള അങ്ങനെയുള്ള ആളുകളും ഇത് കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രണയവിവാഹങ്ങൾ കണ്ടിട്ടുണ്ട്. ആ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും എതിർത്ത് തൻ്റെ അടുത്തോടെ ജീവിച്ച ആളുകളെയും കണ്ടിട്ടുണ്ട്. എല്ലാ വിഭാഗക്കാരെയും കണ്ടിട്ടുണ്ട്. അല്ല, ഈ കല്യാണം കഴിഞ്ഞ ആണുങ്ങൾ മെയിനായിട്ട് അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എന്തിട്ടെന്ന് പറയും. ഇപ്പം നാളൊരു റീല് കണ്ടു, ഒരു ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ചായ കുടിക്കുക ഹോട്ടലിൽ കയറിയിട്ട്. അപ്പോൾ മറ്റേ വെയിറ്റർ വന്നു. അയാൾ വന്നിട്ട് ഇങ്ങനെ ബില്ലിൻ്റെ ഇത് വെച്ചിട്ട് പോയപ്പോൾ ഭാര്യ ഭർത്താവിന് അയാൾക്ക് ടിപ്പ് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ ഓ എന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവ് അയാളങ്ങോട്ട് വിളിച്ചിട്ട് പറയും, കല്യാണം കഴിക്കാതിരിക്കോട്ടെ, ടിപ്പ് കൊടുത്തതാ. അതാണ് പറയണേ. അപ്പോ കുറെ കാലം ഇപ്പൊ ലവ് മാരേജും അറേഞ്ച്ഡ് മാരേജിൽ ഏതാ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ പറയണ മറുപടി എന്തിട്ടാ? ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് പോയിട്ട് കിണറ്റിയ ചാടണം. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ കുറെ പേര് കൂടി ചേർന്ന് കെട്ടി കൊണ്ടിടണു. രണ്ടും ഒന്ന് തന്നെ. അല്ല, അതൊക്കെ വെറുതെ പറയാം. ഇപ്പൊ അറേഞ്ച് അച്ഛനമ്മമാര് കണ്ടുപിടിച്ചാലും ആണിനും പെണ്ണിനും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇതുള്ളൂ കല്യാണം. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ എന്ന് പറഞ്ഞ നമ്മുടെ നോവലില് പളനിയോട് ഒറ്റ വാക്കാ ചോദിക്കുന്നുള്ള, ആര്? ചെമ്പൻ കുഞ്ഞും ചക്കിയും. അത് കറുത്ത എൻ്റെ മകളെ മതിയോന്ന് ഒറ്റ വാക്ക ചോദിക്കണില്ല. കറുത്ത മാരേജ് സമ്മതം ഒന്നും തന്നെ ചോദിക്കില്ല, നേരെ കല്യാണം കഴിച്ചു കൊടുക്കാണ്. എന്തിനാണ് ചെമ്മീനിലേക്ക് പോണേ? നമ്മുടെ കാര്യം തന്നെ എടുക്കൂ.
എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്റെ അച്ഛനും അമ്മയും കല്യാണത്തിന് സമ്മതാണോന്ന്. ചോദിച്ചിട്ടില്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ നിരാഹാരവ്രതം കിടന്നു, കരഞ്ഞു, നിലവിളിച്ചു, പറഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു നോക്കി. എനിക്ക് കല്യാണം ചേട്ടനെ കഴിക്കണ്ടെന്നല്ല, എനിക്കിപ്പൊ കല്യാണം വേണ്ടേ, എനിക്കിപ്പൊ കല്യാണം വേണ്ടേ. എല്ലാ പെണ്ണുങ്ങളും പറയണത് ആണുങ്ങൾ പറയില്ല, പെണ്ണുങ്ങൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 23 വയസ്സായിട്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ച് വിടുള്ളൂ എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ 21 വയസ്സായിട്ടില്ല. എനിക്ക് 20 വയസ്സ് കഴിഞ്ഞിങ്ങനെ 21ൻ്റെ പടിവാതിലേക്ക് പോകുമ്പോഴാണ് പെണ്ണ് കാണാൻ വരുന്നു എന്ന് ഞാൻ അറിയണേ. അപ്പോൾ എനിക്ക് ടെൻഷനായി പെട്ടെന്ന്. കാരണം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു കല്യാണത്തിന്. ഇനി 3 കൊല്ലം ഉണ്ടല്ലോ, 23 വയസ്സിലല്ല കല്യാണം കഴിക്കണ്ടോ, അതുവരെ ഞാൻ നടക്കാലോ എന്നുള്ളതിലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് പറയണേ. ഞാൻ അന്ന് ട്യൂഷൻ സെൻറ്ററിൽ ട്യൂഷൻ എടുക്കാൻ പോണ സമയമാണ്. രാവിലത്തെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു 8 മണിയായിപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് പറയണേ, ഭയങ്കര ക്ലീനിങ് വീട് മൊത്തം. അപ്പം അന്നാണ് ഈ അച്ഛൻ മരിച്ചിട്ട് 1 കൊല്ലം തികയിലാണ്. അപ്പം അമ്മായിമാരങ്ങനെ എല്ലാവരും വരുന്നുണ്ട്, അതിൻ്റെ ഒരുക്കങ്ങളുണ്ട്. അപ്പം അതാവൂന്ന് വിചാരിച്ചു ഞാൻ. അപ്പോഴാണ് പറയണേ, അമ്മ പറയണേ, വേഗം കുളിച്ച് റെഡി ആയിട്ട് നിന്നോ, നിന്നൊന്ന് പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. ഈശ്വര, അന്നത്തെ ഒരവസ്ഥയിലേ എനിക്ക് ആലോചിക്കാം. എനിക്ക് കിണറ്റിയ ചാടണോ, എന്തിട്ടൊക്കെ ചെയ്യേണ്ടത് ആലോചിച്ച് കരഞ്ഞ് ദൈവമേ, ഞാൻ അപ്പം തൊട്ട് തുടങ്ങിയ കരച്ചില്ല. അപ്പോൾ അമ്മയാണെങ്കിൽ ചീത്ത പറയാ വന്നിട്ട്. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണില്ല അവരൊന്നും. അപ്പോൾ ചീത്ത പറയാ ചെയ്യണത്. കാരണം അമ്മേനെ ചിന്തിക്കുമ്പോൾ അമ്മയുടെ 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അമ്മയ്ക്ക് നോക്കുമ്പോൾ എൻ്റെ പിന്നെയും എനിക്ക് 21 വയസ്സാണ് പറയാം. അപ്പോൾ 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിക്കാറായി ഞാൻ. പിന്നെ തൊട്ടിപ്പോൾ ഇത്ര കരയാനുള്ള എന്നുള്ള പോലെയാണ്. പക്ഷെ നമ്മുടെ പിന്നെ അവിടെ എൻ്റെ വീട്ടിലപ്പോൾ സൈഡിലേക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സൂര്യഭാമേച്ചി ഉണ്ട്. ആ സൂര്യഭാമേച്ചിയാണ് എന്നോടൊന്ന് പറഞ്ഞത്, എൻ്റെ പൊന്നുമോൾ എന്തിനാ ഇങ്ങനെ കരയണേ, ഇപ്പം ഇന്ന് പെണ്ണ് കാണാൻ വന്നോന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ നിന്നെ അവരുടെ കൂടെ ഇങ്ങോട്ട് വിടൂ. പെണ്ണ് കാണാൻ വന്നിട്ട് ആ ചെക്കന് നിന്നെ ഇഷ്ടപ്പെടണം, ഒന്നാമത്തെ കാര്യം. അപ്പോഴും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്നുള്ള കാര്യമേ അവിടെ ഉദിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ജാതകം ചേരണം. ഇനി ജാതകം ചേർന്നാൽ തന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ കുറേ പേര് ഇങ്ങോട്ട് വരും. അവർക്ക് നിന്നെ ഇഷ്ടപ്പെടണം. ചെക്കന് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ, ചെക്കൻ്റെ അമ്മ അച്ഛൻ അങ്ങനെയുള്ളവർക്കൊക്കെ നിന്നെ ഇഷ്ടപ്പെടണം. പിന്നെ ഇവിടെ നിന്ന് ഒരു ടീം അങ്ങോട്ട് പോവും. ആ പോണവർക്ക് അവിടെ ചെക്കൻ്റെ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉറപ്പിക്കുള്ളൂ. അപ്പം ഞാൻ അത് ശരിയാണല്ലോ പറഞ്ഞ പോലെ, ഞാനിപ്പം എന്തുകൊണ്ട് ഇത്രയ്ക്ക് വിഷമിക്കേണ്ട ആവശ്യം, അപ്പം ഇത് ശരിയാ. അങ്ങനെ കുറേ കടമ്പകളുണ്ടല്ലോ വിചാരിച്ചിട്ട് സമാധാനിച്ച് ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒരു അങ്ങനെയാണ് ചേട്ടനെ പെണ്ണ് കാണാൻ. അതെ, പിന്നെ അങ്ങനെ ശരിയാവും. അതിപ്പോ 2002 സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷം കാലങ്ങൾ ചെല്ലും തോറും ഇങ്ങനത്തെ ഇതുകളില്ല. ഈ സരിതാരം മുന്നുള്ള കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞിട്ടാണ് ഭർത്താവിന്റെ മോന്ത കണ്ടിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓരോരുത്തര്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കാലങ്ങൾ മാറി 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 വരും തോറും ഇപ്പൊ ആമ്പിള്ളേരും പെമ്പിള്ളേരും കുറെ നാള് കിടന്ന് നടന്നിട്ടായിരിക്കും കല്യാണം കഴിക്കുന്നത്. കാലത്തിന്റെ മാറ്റങ്ങളാണ്. ലിവിങ് ടുഗദർ ഒക്കെ ഞാൻ സിനിമയിലാണല്ലോ, പക്ഷെ നമ്മുടെ അടുത്തൊക്കെ കണ്ടു തുടങ്ങി അല്ലേ, അങ്ങനെയൊക്കെ ജീവിക്കണതൊക്കെ കാലത്തിന്റെ മാറ്റങ്ങളാണ്. കാലത്തിന്റെ മാറ്റങ്ങൾ നമുക്ക് ഇനി മാറ്റാൻ എന്താ പറയാ, അതൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. പിന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് വേണമെങ്കിൽ പറയാം, അത് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. ഇതൊക്കെ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, വിലയേറിയ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തും. ഞങ്ങൾ ഇന്ന് അവിടേക്ക് അതെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അനുഭവം, നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ കുറേ അമ്മമാരും ഉണ്ട്, നമ്മുടെ ചാനൽ കാണുന്നവർ ചേച്ചിമാരുണ്ട്, കുറേ ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. നിങ്ങൾ എങ്ങനെയായിരുന്നു ആ സമയത്ത്? നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെയാണോ കല്യാണം കഴിച്ചത്, അതോ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടായിട്ടാണോ ഭർത്താവിന്റെ മുഖം ആദ്യമായി കണ്ടത്? ഒക്കെയുള്ള കാര്യങ്ങൾ. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ? എന്താ, എനിക്ക് ഒരു കാര്യത്തിനോട് ഒരു ഇതും തൊട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് മാരേജോ അറേഞ്ച്ഡ് മാരേജോ എന്തോ ആയിക്കോട്ടെ, രണ്ടുപേരും പരസ്പരം നന്നായി മനസ്സിലാക്കണം. രണ്ടുപേർക്കും എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മുടെ നെഗറ്റീവ്സിനെ ഉൾക്കൊള്ളാൻ മറ്റേ ആൾക്കും ആളുടെ നെഗറ്റീവ്സിനെയൊക്കെ ഉൾക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാൻ നമുക്കും പറ്റുമോ എന്നുള്ളതാണ് വിഷയം. എന്താണ് ജഗുച്ചിരിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, അതിന്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊന്നും അവിടെ പറയാനൊന്നും പറ്റും തോന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഇരുന്ന് ഇങ്ങനെ പറയണേട്ടാ. പിന്നെ അങ്ങോട്ട് പോയിട്ട് കാണാം. കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ ചായ കുടി ഇറങ്ങും. കുറച്ച് കഴിഞ്ഞാൽ 3 മണിക്ക് അവിടെ എത്തിയാൽ മതി. 11 മണി കഴിയുമ്പോ ഇറങ്ങുള്ളൂ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് യാത്രയിലൂടെ പോവാം. ഇമ്രു നീ വരണ്ട.
നമ്മള് ഷോയൊക്കെ കഴിഞ്ഞു, ഇരുട്ടായി, സമയം 7 മണിയായി. ഇത് നമ്മുടെ ഒരു അച്ഛനാണ് കേട്ടാ, നമ്മുടെ ഒല്ലുപള്ളിയില് കൊച്ചച്ഛനായിട്ട് 2004 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേ കൊല്ലായിരുന്നു. അല്ല, നമ്മള് 2023 കല്യാണം കഴിഞ്ഞു. അച്ഛൻ 2023. അപ്പൊ ആളുണ്ടായിരുന്നു ഷോയില് പങ്കെടുക്കാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ ഷോയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് ഇതാണ് ഈ മറ്റേ നമ്മുടെ 24ന്റെ സ്റ്റുഡിയോ. ഇവിടെ അങ്ങോട്ട് കുറേ ഇതുണ്ട് കേട്ടോ, സ്ഥലം. ഇവിടെ കുറേ സ്ഥലമുണ്ട്. ഇപ്പൊ ഇരുട്ടായ കാരണം ഇപ്പൊ ഞങ്ങളെ കാണുമെന്ന് അറിയില്ല. ഇങ്ങനത്തെ സ്റ്റുഡിയോ സരിത കണ്ടു. ഇങ്ങനത്തെ സ്റ്റുഡിയോ കാണാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതെ, ചേട്ടൻ അവിടെ ഇരിക്കുമ്പോ എന്നോട് അതാ പറഞ്ഞേ, വന്നിരുന്നപ്പോ തന്നെ എനിക്ക് കോടീശ്വരല് പങ്കെടുക്കുമ്പോ ഇങ്ങനെ ഇതുപോലുള്ള ഒരു സ്റ്റുഡിയോയിലൊക്കെ ഇരിക്കാൻ പറ്റി ചേട്ടന്. പക്ഷെ എനിക്ക് അപ്പോഴും ഞാൻ ജഗ്ഗു ഒന്ന് ചെറുതായിരുന്നു, നമ്മള് പോയിട്ടില്ല. ചേട്ടന്റെ ഇത് വെച്ച് നോക്കുമ്പോ ഇതൊന്നുമല്ല. സ്റ്റുഡിയോ ചെന്നൈയിലായിരുന്നു. പിന്നെ ഒറ്റയ്ക്കാണല്ലോ ഇരിക്കേണ്ടി, ഒരാളുടെ മുന്നില് സുരേഷ് ഗോപി സാറിന്റെ മുന്നിൽ ഇരിക്കേണ്ടി വരാ, ചോദ്യങ്ങളെ നേരിടേണ്ടി വരാ, അങ്ങനത്തെ. പിന്നെ ഒരു കാര്യത്തിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുക, നമ്മളോടാണ് കാര്യങ്ങൾ ചോദിക്കാൻ, നമുക്ക് പറയാനുള്ളത് പറയാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ അതിന് അവസരമില്ല, നമുക്ക് ഇടിച്ചു കയറി സംസാരിക്കാൻ പറ്റിയാൽ സംസാരിക്കാം. അങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ഇത് എവിടെ ഉണ്ട് കേട്ടാ, കാണിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ വ്ളോഗില്? പരിചയപ്പെടുത്ത ആള് ഹൈക്കോടതി അഭിഭാഷകനാണ് കേട്ടാ. പറഞ്ഞോ. ഓക്കെ, എൻ്റെ പേര് ബ്രിജേഷ് പത്മനാഭൻ. എറണാകുളത്തുള്ള അഡ്വക്കേറ്റാണ്. ഹൈക്കോടതി, ജില്ലാ കോടതി. ഒഫീഷ്യലല്ലേ പറയേണ്ടത്? പറഞ്ഞോ ഇങ്ങനെ ചേർന്നോ, എയർ വിട്ട് പറഞ്ഞോ, അവിടെ ഇരുന്ന് പറഞ്ഞ പോലെ ഒന്നും പറയണ്ട. നമ്മളെ ഇങ്ങനെ ഞങ്ങളുടെ എന്റെ സംസാരം കേട്ടോ മനസ്സിലായില്ലേ, നമ്മുടെ പറയേണ്ടി വരും, അത്രയും പ്രശ്നക്കാരൻ. അതെ, എന്തായാലും കുഴപ്പമില്ല. ഇത് ഇനി ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാം. പറഞ്ഞോ. എന്തായാലും ഇങ്ങനൊരു വേദിയിലെങ്കിലും നമുക്കൊന്ന്, പക്ഷെ പരസ്പരം ഓപ്പോസിറ്റാണ് പരിചയപ്പെട്ടെന്ന് മാത്രം. അത് അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ എവിടെ ഇല്ല. എന്തായാലും ഞാൻ കൃപ. എന്തായാലും ഇനി വല്ല നിങ്ങളുടെ ചാനൽ എന്തായാലും കാണുന്നുണ്ട്, എന്തായാലും എനിക്ക് തീർച്ചയായിട്ടും കാണണം. എന്തായാലും രണ്ടുപേരും പാട്ട് പാടണം. ഷുവർ ആയിട്ടും. ആള് മറ്റേ സ്റ്റാർ സിംഗർ അതുപോലുള്ള പരിപാടികളൊക്കെ കുട്ടികളെ ട്രെയിനർ കൂടിയാണ്, ട്രെയിനറാണ്. ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കും. മൗനം പോലും മധുരം ഈ മധുനിലാവിൽ മഴയിൽ, ഈ മൗനം പോലും മധുരം ഈ മധുനിലാവിൽ മഴയിൽ, മനസ്സിൻ മാധവം മിഴിയിൽ പോകവേ, രോമാഞ്ചം മൂടവേ, നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൽ മഴയിൽ. താങ്ക് യു. ജാനകിയമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ. തീർച്ചയായും അത് മനസ്സിൽ വരുന്ന പാട്ട് അതാണ് ജാനകിയമ്മ എന്ന് പറയുമ്പോൾ. മലയാളം പാട്ട് തന്നെയാ. അതെ, നന്നായി അഭിനയിച്ചൊരു കമലാസനൊക്കെയുള്ള. എനിക്ക് അറിയില്ല, ഇങ്ങനൊരു ഓഡിയൻസിൽ ഇങ്ങനെ പറയാൻ മാത്രമല്ലേ പാടാൻ പറ്റുള്ളൂ. എന്തായാലും സന്തോഷം, പരിചയം കഴിഞ്ഞതിൽ ഫാമിലിനെ എല്ലാവരും കണ്ട് സന്തോഷം. ഞങ്ങളും ഉണ്ടാവും നിങ്ങളുടെ ജേണിയിൽ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഇതുപോലെ എന്നും കാണട്ടെ. അപ്പൊ ഓക്കെ, ഇപ്പൊ പോവല്ലേ? ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യാം. ഓക്കെ, ശരി. ബൈ. അപ്പൊ പാട്ട് കഴിഞ്ഞു. അപ്പൊ നന്നായി. ഇനി വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഇനിട്ട് അങ്ങോട്ടും പോകണില്ല. നമ്മള് അവിടെയൊക്കെ കുറെ ഏരിയ ഉണ്ട്, 10-26 ഏക്കർ സ്ഥലമുണ്ട് മൊത്തം. അതിന്റെ ഉള്ളിൽ സംസാരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോ പിന്നെ എല്ലാവരും സംസാരിച്ചു. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ അത് അവിടെ അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് അങ്ങനെ പറയണല്ലോ. അപ്പൊ അത് അങ്ങനെ, അപ്പൊ എല്ലാവരും തമ്മിൽ നന്നായിട്ട് സംസാരിച്ചു. അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങള് രാത്രി 11 മണിയായപ്പോൾ നമ്മള് 24ന്റെ സ്റ്റുഡിയോയിൽ നിന്ന് വീട്ടിലെത്തി. പിന്നെ അതിനെപ്പറ്റി പറയാൻ, അനുഭവം പറയാനല്ലോ നമുക്ക് എവിടെ പോയാലും ഒരു അനുഭവം ഉണ്ടാവില്ല. നമ്മൾ കോളേജിൽ പങ്കെടുത്താലും എവിടെ പങ്കെടുത്താലും ഒരു അനുഭവം ഉണ്ടാവില്ല. ഇതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല അനുഭവം ഒന്നല്ല എനിക്ക് തോന്നിയത്. നമുക്ക് തുറന്നു പറഞ്ഞൂടെ? പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് അവിടെ ഇരുന്നപ്പോൾ തോന്നിയത് ഞങ്ങൾക്ക് പറ്റിയൊരു പരിപാടിയല്ല തോന്നി. കാരണം അവിടെ നമുക്ക് എന്താ പറയുക, നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കതൊന്നും ഇടിച്ചു കയറി പറയണം. അവിടെ കലപില തല്ലൂട്ടം വഴക്ക് നടക്കണതിൻ്റെ ഇടയിൽ കയറിയിട്ട് നമ്മുടെ പോയിന്റ്സ് പറയണം. അപ്പം അതായത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹം നിലനിൽക്കുമോ എന്നതായിരുന്നു വിഷയം.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവർ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ഓർ ലവ് മാരേജ് അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, കല്യാണം എന്ത് തന്നെയായാലും വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവം, ലിവിങ് ടുഗദർ, ഇതിലേതിനോടാണ് നിങ്ങൾ യോജിപ്പ് ചോദിച്ചു. അപ്പം നമ്മൾ ഏത് സൈഡിലാണ് നമ്മൾ ഇരുത്തണ്ടേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സൈഡാണ്. ആള് പറഞ്ഞു ലിവിങ് ടുഗദർ, എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് ലിവിങ് ടുഗദർ ആണെന്ന് അഭിമാനത്തോടെ പറയണ അച്ഛനമ്മമാരുടെ കാലമാണ് ഇപ്പോൾ. അപ്പം നിങ്ങൾ ഏത് സൈഡാന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ലിവിങ് ടുഗദറിന് എതിരാണ്, നമുക്കതിനോട് യോജിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നവരുണ്ടാവും, നമുക്കതിനോട് യോജിക്കാൻ പറ്റില്ല. നമ്മൾ കല്യാണം എന്ന ഇതിനോട് ആണ് എന്ന കൺസെപ്റ്റ് അനുകൂലമാണ്. അപ്പം നമ്മളെ ആ സൈഡിൽ ഇരുത്താന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആ സൈഡിലാണ് ഇരുത്തിയത്. അപ്പം ഞങ്ങളുടെ ഒപ്പം രാഹുൽ ഈശ്വർ, ആളുടെ ഭാര്യ ദീപ ഉണ്ടായിരുന്നു, ബീന ആന്റണി, ചേച്ചിയും ഭർത്താവ് മനോജ്, അവരൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ രഞ്ജിനി മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ അവതാരക ഉണ്ടല്ലോ, ആള് അങ്ങനെ ഒക്കെ നന്നായിട്ട് സംസാരിക്കാൻ നല്ല കഴിവുള്ള, ഇതുപോലത്തെ ടോക്ക് ഷോകളിലൊക്കെ ഇഷ്ടം പോലെ പങ്കെടുത്ത് നല്ല പ്രാവീണ്യം നേടിയിട്ടുള്ളവരെ, പഴക്കം വഴക്കം ഒക്കെ വന്നിട്ടുള്ളവര്. പിന്നെ നമ്മുടെ ഒപ്പം ഒരു പള്ളിയിലച്ഛനുണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റ്. അപ്പൊ അങ്ങനെ നന്നായിട്ട് സംസാരിക്കാൻ, ഇതുപോലുള്ള ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് നല്ല പരിചയമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഹുൽ ഈശ്വറിനൊക്കെ അറിയാലോ, തീപ്പൊരി ആയിട്ട് അങ്ങനെ അത്രയും സംസാരിക്കുന്ന നല്ല അറിവുള്ള അങ്ങനത്തെ ആളുകളാണ്. അല്ല, സത്യത്തിൽ ഇതിന് അറിവൊന്നും വേണ്ട. ഇതൊക്കെ നമ്മുടെ എൻ്റെ അഭിപ്രായം കേട്ടാ, നമുക്കിതൊക്കെ ലോകത്തിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. പക്ഷെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവസരം നിൽക്കാം നമ്മളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വരാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെയല്ല, നമുക്ക് ആ സമയത്ത് ഇപ്പൊ അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കല്ലേ, അപ്പുറത്തെ സൈഡിലത്തെ ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ അപ്പൊ ഞങ്ങൾക്ക് ഓരോന്ന് വെറു കിട്ടാം. അപ്പോൾ ചേട്ടൻ പറയും അതിന് പറ്റിയൊരു മറുപടി ആയിട്ടുള്ള ഒരു പോയിന്റ് ചേട്ടൻ എൻ്റെ അടുത്ത്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറയാം. അപ്പോൾ ചേട്ടൻ എന്നോട് പറയുമ്പോൾ ഞാൻ പറയാം അത് നല്ല പോയിന്റ്, ചേട്ടൻ പറഞ്ഞോ എന്ന് പറയും. എങ്ങനെ പറയാൻ പറ്റണം. അതുപോലെ അവരെന്തെങ്കിലും പറയുമ്പോൾ അതിന് മറുപടി ആയിട്ട് എനിക്കൊരു പോയിന്റ് കിട്ടും. അപ്പം ഞാനത് ഇവിടെ നിന്ന് ചേട്ടനോട് പറയുമ്പോൾ ചേട്ടൻ പറയാം ആദ്യം അത് പറഞ്ഞോ, ആരോട് പറയാൻ. അപ്പോൾ നമുക്കത് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പറയാം, ജഗ്ഗു പറയണ പോലെ ട്രോമറ്റൈസായി. ജഗ്ഗു ചില സമയത്ത് അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കും. അപ്പം അങ്ങനെ ഒരു എന്താ പറയാ, അല്ല നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലത്തെ വലിയൊരു ചാനലിലേക്കൊക്കെ നമ്മളെ വിളിച്ചല്ലോ അങ്ങനെ വിചാരിക്കാം നമുക്ക്. നമ്മളെ ആദ്യം വിളിക്കാൻ വിചാരിച്ചിരുന്നത് ഈ പറയണേ അതിന്റെ കോർഡിനേറ്റർ ഭാഷകളില്ലേ, ഈ സ്ലാങ് അതിലേക്ക് വിളിക്കാനായിരുന്നു തീരുമാനിച്ചത് ആദ്യം. അപ്പൊ അതായത് നമ്മുടെ കേരളത്തിലത്തെ പല ജില്ലകളിലും പല സ്ലാങ് അല്ല. അപ്പൊ തൃശ്ശൂർ ജില്ലേനെ പ്രതിനിധീകരിച്ചിട്ട് ചേട്ടനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നവര്. നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ല, നമ്മളന്ന് വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന്. നമ്മളന്ന് കൊറേ അവര് ട്രൈ ചെയ്തു ഉത്തരേ. അന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഒരു അങ്ങനെ അതാണ് സബ്ജക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ ഒരു ഇതുണ്ടാവും. അതെ, അല്ലെങ്കിൽ ഇപ്പൊ പണ്ടത്തെ ഓർമ്മകളെ കുറിച്ചിട്ടൊക്കെയാണ് പറയാനൊക്കെ വിളിക്കുകയാണെങ്കിൽ നമുക്കധികം വർത്താനം പറയാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ മുൻവശത്ത് ആണ് കൂടുതൽ കൂലങ്കഷമായി ചർച്ചകൾ നടക്കുന്നത്. ഞങ്ങൾ ഈ അറ്റത്താണ്. അതെ, കൂടുതൽ പറയാൻ നന്നായിട്ട് അറിയാവുന്ന ഇതിലത്തെ പ്രമുഖരായിട്ടുള്ള ആളുകള് ഈ രണ്ട് ലൈൻസ് ആയിട്ടിരിക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പൊ അതിലത്തെ ആ അറ്റത്താണ്, ഫ്രണ്ടിലാണ് അവരിയ്ക്കുന്നത്. രാഹുൽ ഈശ്വർ ബാക്കിലേക്ക് വരുന്നതോറും അധികം പ്രാധാന്യം ഇല്ലാത്ത ആളുകളെയാണ് പിന്നിലിരുത്താൻ. ഞങ്ങള് വിചാരിച്ച ഞങ്ങളെ മറ്റേ ഓഡിയൻസ് ഇല്ലേ അതിലിരുത്തുന്ന വിചാരിച്ചേ. ഞങ്ങളെ ചോദിച്ചു ഞങ്ങൾ അവിടെയാണോ ഇരുത്താന്ന്. അങ്ങനെയാണ് പിന്നെ അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അപ്പൊ നിങ്ങള് ഗസ്റ്റ് അല്ലേ, ഗസ്റ്റ് പാനലിലാണ് നിങ്ങൾ ഇരുത്താന്ന്. അങ്ങനെ ഇരുന്നു. നല്ല അതല്ല ഒരു അനുഭവം പറയാം. നമുക്ക് ആ ലൈറ്റും കാര്യങ്ങളും ഇതൊക്കെ വരുമ്പോഴുള്ള രസല്ലേ. പിന്നെ ശ്രീകണ്ഠൻ നായരെ അവതരണം, അത് നമുക്കിങ്ങനെ ഈ ബഹളത്തിന്റെയും തല്ലൂട്ടം വഴക്ക് ഇതിങ്ങനത്തെ ഒന്നും നമുക്ക് വലിയ ശീലം. നമ്മള് സമാധാനമായിട്ട് ഇവിടെ ഇങ്ങനെ ശാന്തമായി എന്തേലും കോമഡി ഒക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു രീതിയല്ലേ നമ്മുടെ. പോയി വന്നു എന്ന് പറയുന്നു. അപ്പോ നിങ്ങൾ വിവാഹത്തിന് അനുകൂലിക്കുന്നവരാണോ അതോ ലിവിങ് ടുഗദറിനെ ആണോ പിന്താങ്ങുന്നത് എന്നുള്ള ഇത് പറയട്ട. കമന്റ് പറഞ്ഞോ. അതായത് എനിക്ക് തോന്നുന്നു വിദേശത്തൊക്കെ സെറ്റിലായിട്ട് കുറെ വർഷങ്ങളായിട്ട് അവിടെ ജീവിക്കുന്നവർക്ക് അവിടുത്തെ സംസ്കാരം കണ്ടിട്ട് അവരൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ വേണമെങ്കിൽ ആ ഒരു രീതിനെ പ്രോത്സാഹിപ്പിക്കുന്നവര് ആയിരിക്കാം. പക്ഷെ ഇവിടെ കുറച്ച് നാൾ ഒരാളുടെ കൂടെ ജീവിച്ച് നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറ്റില്ല എന്ന് തോന്നിയാൽ പോരാ, പിന്നെ അത് കഴിഞ്ഞാൽ വേറെ ആളുടെ കൂടെ അങ്ങനെയൊക്കെ എങ്ങനെയാണ് അത് സാധിക്കണേവോ? അങ്ങനത്തെ ഒരു രീതി നമുക്കൊരു
അതങ്ങനെ സുഖമായിട്ട് തോന്നുന്നുള്ളേ. അപ്പം ഞങ്ങൾ ഇത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ പറയാൻ വന്നത് നമ്മുടെ റോഡ് പണിയുടെ കാര്യം ഇന്നലെ പറഞ്ഞു, നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ എല്ലാവരും നമുക്ക് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഭൂരിഭാഗം കമൻറ്റും. അത് തന്നെ അതായത് നമ്മളൊരു കുടുംബക്കാരായിട്ട് കാണുന്നത്. നമ്മൾ ചിലർ പറയുകയാണ് അവരെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം പോലെയാണ് ഇപ്പോൾ ഈ റോഡ് പണീനെ കാണുന്നത്. കാരണം നമ്മുടെ ഇത്രയും കാലത്തെ ഞാൻ നോക്കിയിട്ടില്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ അവർ എന്തൊരു ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കനത്തൊരു മഴ പെയ്തു, കനത്ത മഴ പെയ്തപ്പോൾ ഇവർ കട്ടിറക്കി. ഇപ്പോൾ വിരിക്കുന്ന കട്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ആളുകൾ തന്നെ പല പല നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. ഈ മതിൽ വൈറ്റ് അടിക്കുക, എന്നിട്ട് ചെടികൾ വയ്ക്കുക, അപ്പുറത്തപ്പുറത്ത് ചെടികൾ വയ്ക്കുക, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ദിപ്പനെ നോക്കിയത് ഈ വളവില്, നമ്മുടെ ഈ വളവിൽ നമ്മൾ കൂളായിട്ട് വണ്ടി വരുന്നതല്ലേ, നമ്മൾ സ്കൂട്ടറും കൊണ്ടുവരുന്നതാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ലോറി കട്ട മറ്റേ വിരിക്കുന്ന കട്ട ഇവർ അവിടേക്കായിട്ട് കൊണ്ടുവരായിരുന്നു. അവിടെ നിന്ന് ബാക്കിൽ നിന്നാണല്ലോ കട്ട വിരിച്ച് ഇങ്ങനെയാണ് വരാം. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ വളവിൽ ഇതേ സ്ലിപ്പായി, കണ്ട നോക്കിയാൽ വണ്ടി ലോറി സ്ലിപ്പായി. ഈ കട്ട ഈ കട്ടയാണ് നമ്മൾ അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റോഡുകളിൽ കണ്ടിട്ട്. ഇത് പിടുത്തം കൂടുതലല്ലേ, ഇങ്ങനത്തെ കട്ടയാണല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനത്തെ കട്ടകളാണല്ലോ ഇറക്കുക. അപ്പോൾ ഈ സാധനം ഇവിടെ തട്ടേണ്ട വന്നു, കയറുന്നില്ല വണ്ടി ചെളിയിൽ. അപ്പോൾ അവിടെ നിന്ന് ഇട്ടിട്ട് വരാൻ വെച്ചാൽ അപ്പോൾ ഇവിടെ ഇറക്കി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഉണങ്ങിയിട്ട് വേണം വണ്ടി കയറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. റോഡ് പണിയില്ല, നമുക്ക് നടക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല. നമ്മളായാലും സ്കൂട്ടർമേ ഇവിടെ ചെളിയിൽ ഇതാവും. അപ്പോൾ ഇവിടെ നിരപ്പാക്കി വൃത്തിയാക്കിയിട്ട് പിന്നെ ഇത് ഇവിടെ മരത്തിൻ്റെ കട പറിച്ചപ്പോൾ പറഞ്ഞില്ലേ, കണ്ടാ ഇവിടെ പൊളിഞ്ഞിട്ടുണ്ട്, കണ്ടാ ഇവിടെ പൊളിഞ്ഞു. അപ്പോൾ അതൊന്ന് കെട്ടാനായിട്ട് ആൾ വരും, കെട്ടിയതായിട്ട് പൊന്തിയിട്ടുണ്ട് ഇവിടേക്ക്. അപ്പോൾ അങ്ങനെ സ്ഥലത്തുനിന്ന് കെട്ടി കൊടുക്കണം, വെറുതെ കളിക്കിടുന്നത്. അങ്ങനെ വേര് പറിച്ച് കൊടുത്തേ, അങ്ങനെ 2-3 സ്ഥലമുണ്ട്. പിന്നെ ഇതിലത്തെ വേര് പറിച്ചത് മറ്റേ ചെത്തി നല്ല ഭംഗിയിൽ ഡിസൈനൊക്കെ ആക്കിയിട്ട് നാക്കാന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അഭിപ്രായം. അതിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല കലാകാരന്മാരായിരിക്കണം. അപ്പോൾ അവരൊക്കെ പണിയുന്നവരാണ്. അപ്പോൾ അവിടെ നിന്ന് ചെത്തി വെടുപ്പാക്കി ഇങ്ങനെയുണ്ട് വരുന്നു. അപ്പോൾ അങ്ങോട്ട് അവിടേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ച കട്ടയാണ് അവിടെ ഇറക്കിയത്, അല്ലാണ്ട് നിവർത്തിയില്ല. അല്ലാതെ നമ്മുടെ ഒരു പറഞ്ഞ പോലെ റോഡ് ചാറ്റ് ജിപിടിക്ക് കൊടുത്തിട്ട് മാറ്റി തന്നത് കാണിച്ചു കൊടുക്കായിരുന്നില്ല. ചാറ്റ് ജിപിയോട് ചോദിച്ചു. നമ്മുടെ ഈ റോഡ് ആദ്യം കാട് പിടിച്ച് കിടക്കണ ഫോട്ടോ എടുത്തിട്ട് ചാറ്റ് ജിപിടിക്ക് കൊടുത്തു, ഇത് ഭംഗിയാക്കി എങ്ങനെ ഉണ്ടാവും ചോദിച്ചിട്ട്. അപ്പോൾ ആളൊരു ഫോട്ടോ അയച്ചു തന്നു അതിനെ ഭംഗിയാക്കിയിട്ട്. ശരിയാ, നമ്മുടെ പണ്ടത്തെ ഒരു അമ്മിക്കല്ലാണ് കണ്ട, അമ്മിപ്പുഴ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ വീട്ടില് നമ്മൾ വാങ്ങിച്ചത് 2008 ഞങ്ങള് വീട് മാറിയപ്പോ വാങ്ങിച്ച. പക്ഷെ അത് മൂപ്പില്ലാത്ത കല്ലായ കാരണം അരയ്ക്കുമ്പോ, ഞാൻ അന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, അരയ്ക്കുമ്പോ മണ്ണരഞ്ഞു വരാം. എന്നിട്ട് നമ്മള് തറവാട്ടിലത്തെയാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടേക്കണേ, കുടിലിന്റെ അവിടെ. അപ്പോൾ നമ്മുടെ റോഡ് ഇത് നമ്മുടെ വ്ളോഗിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് പണിയുടെ വിശേഷങ്ങളും ഇതൊക്കെ ആയിട്ട് കാണിക്കിട്ടാ. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ കാണാൻ രസം തന്നെയാണല്ലോ നമുക്ക്. അന്നത്തെ മാറ്റങ്ങൾ അന്നാന്ന് കാണിക്കണം, അത് ഇനി എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതിയാ. ഇനി അടുത്തത് ഇനി എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കുമല്ലോ, ഇനി അന്നത്തെ കാണിക്കില്ല, പെട്ടെന്ന് നമുക്ക് ഒറ്റയടിക്കാണ്ട് കാണിക്കാം കേട്ടാ. അപ്പോൾ നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് കോടീശ്വരൻ്റെ പോയപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു. അന്ന് വേറെ ചാനലുകളൊന്നുമില്ല, ചാനലുകൾ തന്നെ ഇല്ലാത്തത് മാത്രല്ല അത് ചേട്ടൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് സംസാരിക്കണേ. ഒറ്റയ്ക്ക് മാത്രല്ലല്ലോ, അന്ന് അത് ആളുകൾ കാണാൻ മാത്രമായിട്ട് കാത്തിരുന്നു. ടി വിയില് ജനങ്ങളെ അത് കാണാൻ മാത്രമായിട്ട് കാത്തിരിക്കുന്ന ഇതായിരുന്നു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇതുപോലെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, യൂട്യൂബും ഇതൊന്നും ഇല്ലല്ലോ അങ്ങനെ. അപ്പൊ ആളുകൾക്ക് വേറെ കാണാനില്ല, ആളുകൾക്ക് കാണാനായിട്ട് ഈ കോടീശ്വരം മാത്രമല്ല അന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭയങ്കര പോപ്പുലറായി. പക്ഷെ ഇപ്പോൾ നമ്മൾ കുറേ പേര്, നമ്മുടെ ആളുകളൊക്കെ കുറച്ച് പേര് അറിയും, പിന്നെ 24 ചാനല് കാണുന്നവർ അറിയും. അങ്ങനെയൊക്കെ എന്തായാലും നല്ലതാണ്, നമ്മുടെ ചാനലിനും കൂടാണ്. കുറേ പേര് അറിയില്ല, അജുൻ സരിതിയും വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾ വിവാഹത്തിൻ്റെ ഒപ്പമാണോ അതോ ലിവിങ് ടുഗദർ ഒപ്പമാണോ എന്നിട്ടാ. അപ്പോൾ നിർത്താം.